നമസ്കാരം. സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ഡിജിറ്റൽ റീസർവേ പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും ഗുരുതര അപാകതകളും നടന്നതായി കണ്ടെത്തി. വിജിലൻസ് തുടരന്വേഷണം ഒഴിവാക്കാൻ വിചിത്രമായ ശുപാർശയാണ് ഈ അഴിമതി കണ്ടെത്തിയിട്ടും വരുന്നത്. ടെൻഡർ നടപടിക്രമങ്ങളിലെ കാച്ചിൽ പറത്തൽ, ഉപകരണങ്ങളുടെ സാങ്കേതിക വിവരണം മാറ്റി വില കുത്തനെ കൂട്ടൽ, ഗുണനിലവാരമില്ലാത്ത യന്ത്രങ്ങൾ വാങ്ങൽ എന്നിവ ഉൾപ്പെടെയുള്ള വൻ ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തിയ ശേഷമാണ് വിജിലൻസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് അന്വേഷണം തടയുന്ന നിലപാടിലേക്ക് കടന്നത്. തൃശൂർ സ്വദേശിയായ അഭിഭാഷകൻ ഷാജി ജെ കോടൻ കണ്ടത്ത് കൊച്ചി ഘടകത്തിൽ നൽകിയ പരാതി വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറിയതിനെ തുടർന്നാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ പ്രാഥമിക പരിശോധന നടത്തിയത്. രജിസ്റ്റർ ചെയ്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ഡിജിറ്റൽ റീസർവേ പദ്ധതി പ്രകാരം ഉപകരണങ്ങൾ വാങ്ങിയതിൽ 339 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നായിരുന്നു പ്രധാന പരാതി. താൽക്കാലിക ജീവനക്കാരുടെ നിയമനത്തിലും വീഴ്ചകളുണ്ടെന്ന് ആരോപണമുയർന്നു. തുടർന്ന് സർവേ വകുപ്പിലെയും സർക്കാരിലെയും ഫയലുകൾ പരിശോധിച്ച വിജിലൻസ് ഇൻസ്പെക്ടർ ജോഷി വി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ അഴിമതി വിവരങ്ങൾ വ്യക്തമാകുന്നത്. ടെൻഡർ അപാകതകൾ മറച്ചുവെക്കാൻ വാങ്ങൽ ചട്ടങ്ങളിലെ നിബന്ധനകൾ സർക്കാർ റദ്ദാക്കി ഉത്തരവിറക്കിയത് അഴിമതിക്ക് പൂർണ്ണമായും വഴിയൊരുക്കിയെന്നാണ് അന്വേഷണത്തിൽ സ്ഥിരീകരിക്കുന്നത്. ഇലക്ട്രോണിക് ലേല പോർട്ടലിൽ ഇംഗ്ലീഷ് പത്രപരസ്യം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനും നടപടികളിലെ പിഴവ് ന്യായീകരിക്കാനുമാണ് മുൻ ഉത്തരവുകൾ റദ്ദാക്കിയത്. ലേല പരസ്യങ്ങൾ പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ കൃത്യമായി നൽകിയില്ലെന്ന് വിജിലൻസ് പരിശോധനയിൽ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ വാങ്ങൽ ചട്ടങ്ങൾ പ്രകാരം പരസ്യങ്ങൾക്ക് വ്യാപകമായ പ്രചാരം നൽകണമെന്ന പ്രാഥമിക നിയമം ഇവിടെ പൂർണ്ണമായും അവഗണിക്കപ്പെടുകയായിരുന്നു. ആദ്യ ലേല നടപടിയിലും തുടർന്നുള്ള പുനർലേലങ്ങളിലും പരസ്യങ്ങൾ ദേശാഭിമാനി പത്രത്തിൽ മാത്രം ഒതുക്കി നിർത്തി കൂടുതൽ കമ്പനികൾ പങ്കെടുക്കുന്നത് തടയാൻ ബോധപൂർവമായ ശ്രമം നടന്നു. മതിയായ കമ്പനികൾ പങ്കെടുക്കാതിരുന്നിട്ടും ആവർത്തിച്ച് കൃത്യമായി പരസ്യം നൽകാതെ നടപടികളുമായി മുൻപോട്ട് പോവുകയായിരുന്നു. ആദ്യ നിശ്ചയപ്രകാരം 168 കോടി രൂപ അടങ്കൽ തുക നിശ്ചയിച്ച പദ്ധതിയിലാണ് വൻ കൃത്രിമം നടന്നത്. പിന്നീട് ഉപകരണങ്ങളുടെ സാങ്കേതിക വിവരങ്ങളിലും എണ്ണത്തിലും മാറ്റം വരുത്തി വില കുത്തനെ വർദ്ധിപ്പിച്ച് ഒരു പ്രത്യേക സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകുകയായിരുന്നു. ടെൻഡറിൽ പങ്കെടുത്ത 12 കമ്പനികളിൽ നിന്നും അനാവശ്യ നിബന്ധനകൾ ഉന്നയിച്ച് 10 കമ്പനികളെയും പുറത്താക്കി. തുടർന്ന് ശേഷിച്ച 2 കമ്പനികളിൽ നിന്നും മാത്രം ഉയർന്ന തുകയ്ക്ക് പ്രസ്തുത കമ്പനിയെ തെരഞ്ഞെടുത്തത് സംശയങ്ങൾക്ക് ഇടയാക്കുന്ന ഒന്നാണ്. കയ്യിലൊതുങ്ങുന്ന ചെറു കമ്പ്യൂട്ടറുകളുടെ വില മുൻ നിശ്ചയത്തിൽ ഒരെണ്ണത്തിന് 17,000 രൂപയായിരുന്നത് വിവരണം മാറ്റി 2,80,000 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതിലൂടെ ഉപകരണ വിലയിൽ മാത്രം 28 ഇരട്ടിയുടെ വർധനവുണ്ട്. ഇതിനു പുറമെ സർവേ അളവെടുപ്പ് യന്ത്രങ്ങളുടെ വില യൂണിറ്റ് ഒന്നിന് 11 ലക്ഷം രൂപയിൽ നിന്നും 14 ലക്ഷത്തിലധികമായും മറ്റ് അനുബന്ധ യന്ത്രങ്ങളുടെ വില 8 ലക്ഷത്തിൽ നിന്നും 16 ലക്ഷത്തിലേറെയായും ഉയർത്തി ഖജനാവിന് കോടികളുടെ നഷ്ടമുണ്ടാക്കി. ഇത്തരത്തിൽ പദ്ധതിയുടെ അടങ്കൽ തുക വലിയ തോതിൽ പരിഷ്കരിച്ചു. വില വർധനവിന് പുതിയ ലേല നടപടികൾ വിളിക്കാതെ അതേ കമ്പനിക്ക് തന്നെ ഉയർന്ന തുകയ്ക്ക് ഓർഡർ നൽകിയത് നിയമവിരുദ്ധവും വഴിവിട്ടതുമായ നടപടിയാണെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. കരാർ ലഭിച്ച കമ്പനിക്ക് വഴിവിട്ട സഹായം നൽകാൻ വകുപ്പ് തല വാങ്ങൽ സമിതി യോഗം ചേർന്ന് ചട്ടങ്ങളിൽ ഇളവുകൾ നൽകിയതായും രേഖകൾ പറയുന്നു. ഇത്രയും ഉയർന്ന തുക നൽകി വാങ്ങിയ സാങ്കേതിക ഉപകരണങ്ങളുടെ ഗുണനിലവാരം വളരെ മോശമാണെന്ന് വിജിലൻസ് പരിശോധനയിൽ നേരിട്ട് കണ്ടെത്തി. കോടികൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തകരാറിലാവുകയും പൂർണ്ണമായി ഉപയോഗശൂന്യമാവുകയും ചെയ്തു. ഔദ്യോഗിക രേഖകൾ പ്രകാരം പ്രധാനപ്പെട്ട സർവേ യന്ത്രങ്ങളും 100 കണക്കിന് ചെറു കമ്പ്യൂട്ടറുകളും അവയുടെ അനുബന്ധ സാമഗ്രികളും കേടായതായും വ്യക്തമായിട്ടുണ്ട്. 5 വർഷത്തെ ഉറപ്പും 3 വർഷത്തെ അധിക ഉറപ്പും കരാർ അനുസരിച്ച് നിലനിൽക്കെയാണ് ഉപകരണങ്ങൾക്ക് ഈ അവസ്ഥയുണ്ടായത്. ഗുരുതരമായ തകരാർ സംഭവിച്ചിട്ടും അവ പരിഹരിക്കാൻ വിതരണം ചെയ്ത കമ്പനി തയ്യാറായിട്ടില്ല എന്നത് ഉപകരണങ്ങളുടെ ഗുണനിലവാരമില്ലായ്മ തെളിയിക്കുന്നു. കേടുപാടുകൾ തീർക്കാതെ കിടക്കുന്നത് ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങളെ തന്നെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. താൽക്കാലിക ജീവനക്കാരുടെ നിയമനത്തിൽ യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന പരാതിയിൽ തൊഴിൽ കേന്ദ്രങ്ങൾ വഴിയാണ് നിയമനം നടത്തിയെന്ന വിശദീകരണത്തോടെ തുടരന്വേഷണം വേണ്ടെന്നും വിജിലൻസ് ഒഴിവാക്കുകയായിരുന്നു. എങ്കിലും സമാന്തരമായി നടന്ന സാമ്പത്തിക തട്ടിപ്പുകൾ വ്യക്തമായ റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്.